നമ്മുടെ സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഒരു ഓർഗനലാണ്, അറിയാലോ. സോ പ്ലാസ്റ്റിഡ്സിനും നല്ലൊരു ഡെഫിനിറ്റ് മെംബ്രെയിൻ ഒക്കെയുള്ള മെംബ്രെയിൻ ബൗണ്ടഡ് സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ് 3 ടൈപ്പ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, സോ ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളറാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ജോലി നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താ ജോലി? ഫോട്ടോസിന്തസിസ്. ക്രോമോപ്ലാസ്റ്റിന്റെ ജോലി ഇപ്പൊ ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് ചെയ്യുകയാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ജോലി. ഓക്കെ, അതിനെപ്പറ്റി ഡീറ്റെയിൽ പിന്നെ പഠിക്കാം. ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ചാല് കുറെ പിഗ്മെന്റ്സ് ഒക്കെയുള്ള ഒരു പ്ലാസ്റ്റിഡ് ആണ് ക്രോമോപ്ലാസ്റ്റ്. അതിലുള്ള പിഗ്മെന്റ്സ് ആണ് മെയിൻ ആയിട്ട് സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്. സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ് ഇവരാണ് നമ്മുടെ പിന്നെ പ്ലാന്റ്സിന് റെഡ്, ഓറഞ്ച്, യെല്ലോ കളറൊക്കെ കൊടുക്കുന്ന ആളാണ് ആര്? റെഡ്, ഓറഞ്ച്, യെല്ലോ കളർ. ഇപ്പം നമ്മുടെ ക്യാരറ്റിനൊക്കെ ആ ഓറഞ്ച് കളർ കാരണം കരോട്ടിനോയിഡ് ഉള്ളതുകൊണ്ട്. സോ ക്രോമോപ്ലാസ്റ്റ്. സോ ക്രോമോ എന്ന് വെച്ചാൽ തന്നെ എന്താ? കളർ അല്ലേ? അപ്പൊ കളർ ഏതൊക്കെയാ പിഗ്മെന്റ്? സാന്തോഫിലും കരോട്ടിനോയിഡും. ക്ലോറോപ്ലാസ്റ്റിലെ പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ. ഏതാ? ക്ലോറോഫിൽ. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ വൈറ്റ് കളറാണ്, പിഗ്മെന്റ്സ് ഒന്നുമില്ല. ഇവരുടെ ജോലി എന്താണെന്നറിയാമോ? സ്റ്റോറേജ് ആണ് ജോലി. എന്താ ജോലി? സ്റ്റോറേജ്. ഓക്കെ, ല്യൂക്കോപ്ലാസ്റ്റ് 3 തരത്തിലാണുള്ളത്. അമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ് ആൻഡ് അല്യൂറോപ്ലാസ്റ്റ്. Amyloplast helps in the storage of starch. അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ സ്റ്റോറേജിന് വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? അമൈലോപ്ലാസ്റ്റ്. എലയോപ്ലാസ്റ്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽ. ഫാറ്റ്സും ഓയിലും. അപ്പൊ എലയോ എന്ന് പറയുന്ന ഈ വേർഡ് തന്നെ OIL, ഓയിൽ. ഓയിലിന്റെ കൂടെ തന്നെ ഉള്ളൊരു ഓയിൽ പോലെ ലിപ്പിഡ് റിച്ച് ആയ സാധനമാണ് ഫാറ്റ് അല്ലെ? അപ്പം എലയോപ്ലാസ്റ്റ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽ. അല്യൂറോപ്ലാസ്റ്റ്, അല്യൂറോ അല്ലെ? അല്യൂറോപ്ലാസ്റ്റ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് പ്രോട്ടീൻസ്. മാറിപ്പോയത് അതും അഗൈൻ ആ വേർഡ് തന്നെ. അല്യൂറോപ്ലാസ്റ്റ് അല്ലേ? PRO, പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്ന അല്യൂറോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റോ സ്റ്റാർച്ചിന്റെ സ്റ്റോറേജ് അല്ലെ? കാർബോഹൈഡ്രേറ്റിന്റെ സ്റ്റോറേജ്. എലയോപ്ലാസ്റ്റ് ഫാറ്റ്സ് ആൻഡ് ഓയിലിന്റെ സ്റ്റോറേജ്. ഓക്കെ, അപ്പം ക്ലോറോപ്ലാസ്റ്റിന്റെ ജോലി ഫോട്ടോസിന്തസിസ് ആണ്. ക്രോമോപ്ലാസ്റ്റിന്റെ ജോലി ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ല്യൂക്കോപ്ലാസ്റ്റിന്റെ ജോലി സ്റ്റോറേജ് ആണ്. മനസ്സിലായല്ലോ? നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കാം. ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. കോയിൻസ് ഇങ്ങനെ അട്ടിക്ക് വെച്ച പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് എന്ത് വിളിക്കുക? തൈലക്കോയിഡ്. ഓരോ കോയിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്. ആ തൈലക്കോയിഡിന്റെ ഒരു അട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന. വിളിക്കുക ഗ്രാന. 2 ഗ്രാനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലാമലെ. വിളിക്കും സ്ട്രോമ ലാമലെ. ഇതാണ് ഔട്ടർ മെംബ്രെയിൻ. ഇത് ഇന്നർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഓക്കെ, പിന്നെ ഇതിന്റെ ഉള്ളിലും ഇവർക്ക് എന്തുണ്ട്? നെറോൺ, DNA ഉണ്ട്. പിന്നെ റൈബോസോം ഉണ്ട്. റൈബോസോം ഏതാ ടൈപ്പ്? 70S ടൈപ്പ്. ഏതാ? 70S. ഓക്കെ, പിന്നെ ഇതിന്റെ ഉള്ളിലെ മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രോമ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്ട്രോമ. ഫ്ലൂയിഡിനെ സ്ട്രോമ എന്ന് വിളിക്കും. അപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള മെട്രിക്സ് സൈറ്റോപ്ലാസം ആയിരുന്നു അല്ലെ? എന്താ? സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള മെട്രിക്സിനെ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ന്യൂക്ലിയോപ്ലാസം. ഇനി മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലുള്ള മെട്രിക്സിനെ മെട്രിക്സ് എന്ന് നമ്മൾ ഓർഡർ പറയും. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ സ്ട്രോമ എന്ന് വിളിക്കും. ഓക്കെ, സോ ആ ഫ്ലൂയിഡിനെയാണ് സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ജോലി എന്താ? ഫോട്ടോസിന്തസിസ്. ലൈറ്റിനെ എൻട്രാപ്പ് ചെയ്ത്
ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. So that's all about plastids. അടുത്താണ് സെൻട്രോസോം. സെൻട്രോസോം ആരുടെ മാത്രം പ്രത്യേകത? അനിമൽ സെല്ലിന്റെ പ്രത്യേകതയാണ്. അനിമൽ സെല്ലിൽ മാത്രം കാണുന്ന ആളാണ് സെൻട്രോസോം. സെൻട്രോസോം ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. പിന്നെ സെൻട്രോസോമിന്റെ ഒരു പ്രത്യേകത, they are almost like ribosomes because they don't have membrane covering. അവർക്ക് എന്തില്ല? മെംബ്രെയിൻ കവർ ഇല്ല. ഡെഫിനറ്റ് മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്ത ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ സെൻട്രോസോം. റൈബോസോം അങ്ങനെ തന്നെ അല്ലായിരുന്നു. സെൻട്രോസോമിലും മെംബ്രെയിൻ ഇല്ല കേട്ടോ. അങ്ങനെയാണ് കാണാനുണ്ടാവുക. ഓക്കെ, എന്നിട്ട് മെംബ്രെയിൻ ഒക്കെ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതിന് രണ്ട് പെർപെൻഡിക്കുലർലി അറേഞ്ച് ഈ രണ്ട് സ്ട്രക്ചേഴ്സിനെ കണ്ടോ? ഈ 90 ഡിഗ്രി ആയിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരെ വിളിക്കുന്ന പേരാണ് സെൻട്രിയോൾസ്. സെൻട്രിയോൾസ് എത്ര എണ്ണം ഉണ്ടാവും? രണ്ടെണ്ണം. രണ്ട് സെൻട്രിയോൾസ് പെർപെൻഡിക്കുലർലി അറേഞ്ച് സെൻട്രിയോൾസ് ഉണ്ടാവും. പിന്നെ അതിന്റെ ചുറ്റും കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ദാറ്റ് ഈസ് പെരിസെൻട്രിയോളാർ മെറ്റീരിയൽസ്. വിളിക്കാം പെരിസെൻട്രിയോളാർ മെറ്റീരിയൽസ്. ഓക്കെ, സോ സെൻട്രിയോൾസ് ആണ് മൈക്രോ ട്യൂബ്യൂൾസിനെ ഉണ്ടാക്കുക. ഇതിനുണ്ടാക്കുക മൈക്രോ ട്യൂബ്യൂൾ. വളരെ ചെറിയ ട്യൂബ് പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ് ഇത് മൈക്രോ ട്യൂബ്യൂൾസ്. ഈ മൈക്രോ ട്യൂബ്യൂൾസ് ആണ് ഒരു സെല്ലിന് അതിന് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചർ സൈറ്റോസ്കെലിറ്റൻ. നമ്മുടെ ബോണിന്റെ ഒക്കെ ഒരു ജോലി എന്താ? നമുക്ക് ആ ഒരു ഷേപ്പ് തരുന്നത്, ആ സ്ട്രക്ചർ സ്കെലിറ്റൻ തരുന്നത് ബോണല്ലേ. അതേപോലെ സെല്ലിന് കൊടുക്കുന്ന ആളാണ് സൈറ്റോസ്കെലിറ്റൻ. ഈ സൈറ്റോസ്കെലിറ്റനിലുള്ള ഈ ഒരു അങ്ങനത്തെ സാധനമില്ലേ, ഇതിനെയാണ് മൈക്രോ ട്യൂബ്യൂൾ എന്ന് വിളിക്കാം. എന്താ പറയാ? മൈക്രോ ട്യൂബ്യൂൾ. അതിനുണ്ടാക്കുക സെൻട്രോസോം. അപ്പൊ നമ്മുടെ സെല്ലിന് ആവശ്യമായ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് സെൻട്രോസോം. അപ്പൊ സെൻട്രോസോം ഉണ്ടാക്കുന്ന ട്യൂബ് ഒരു ട്യൂബാണ് ഇത് അല്ലെ, ഒരു ട്യൂബാണ്. അതേപോലെ ഫ്ലജല്ല, അതൊരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ അല്ലേ. ഇതും ആരാണ്ടാക്കുക? ഇവരുണ്ടാക്കുക. സീലിയ ട്യൂബ് പോലത്തെ അല്ലേ, അതും ആരാണ്ടാക്കുക? ഇവരുണ്ടാക്കുക. അപ്പൊ ഇവരെയൊക്കെ ഉണ്ടാക്കുന്ന ബേസൽ ബോഡി ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല, സൈറ്റോസ്കെലിറ്റൻ, ഇവരെയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് സെൻട്രോസോം. ആരാ? സെൻട്രോസോം. ഓക്കെ, പിന്നെ അതേപോലെ നമ്മളെ സ്പിൻഡിൽ ഫൈബേഴ്സ്. നമ്മൾ സെൽ ഡിവിഷന്റെ സമയത്ത് സ്പിൻഡിൽ ഫൈബർ ഉണ്ടാകുന്നുണ്ട് അല്ലെ, പഠിച്ചോർമ്മയുണ്ട പണ്ട്? ആ സ്പിൻഡിൽ ഫൈബറിനൊക്കെ ഉണ്ടാക്കുക സെൻട്രോസോം ആണ്. ഓക്കെ, അപ്പൊ സെൻട്രോസോമിന്റെ നമ്മള് ഡയഗ്രാം വരച്ചാൽ സെൻട്രോസോമിന്റെ ക്രോസ് സെക്ഷൻ നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ വരയ്ക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ്. First question, cytology deals with. സൈറ്റോളജി എന്ന് വെച്ചാൽ ആക്ച്വലി സൈറ്റോളജിയും സെൽ ബയോളജിയും ഒക്കെ ഒരേപോലെയാണ്, ഒരു സാധനം തന്നെയാണ്. പണ്ട് ഇതിനെ രണ്ടിനെ ഒരേപോലെ തന്നെയാണ് കൺസിഡർ ചെയ്തത്. പക്ഷെ കുറച്ചൊരു മൈനർ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സൈറ്റോളജി ഡീൽസ് വിത്ത് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് സെൽ. ഒരു സെല്ലിന്റെ സ്ട്രക്ചർ, അതിനുള്ളിൽ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് ഇത് സൈറ്റോളജി. സോ ദ ആൻസർ ഇസ് എ. Second question, cell biology. It deals with functional aspects of cell. ഒരു സെല്ലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഓരോ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ല് ഏതൊക്കെയാണ്, പിന്നെ എന്താ സെല്ല് മൈറ്റോസിസ്, മിയോസിസ്, അങ്ങനെ കുറെ കാര്യങ്ങളിലെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ബ്രാഞ്ചാണ് സെൽ ബയോളജി. അപ്പൊ സെൽ ബയോളജി വെച്ചാൽ ഫങ്ഷണൽ ആസ്പെക്ട്സ്, മറ്റേത് ജസ്റ്റ് സ്ട്രക്ചറും കോമ്പോസിഷൻ. ഡാഷ് ഇസ് ദ fundamental structural and functional unit of all living organism. ആരാ?
സെൽ അല്ലെ. സെൽ എന്ന് വെച്ചാൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ജീവനുള്ള ഏതൊരു സാധനത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലാണ് അല്ലെ. പറയാം സെൽ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്തുള്ളൂ, ജീവനുള്ളൂ. എനിത്തിങ് ലെസ് ദാൻ എ സിംഗിൾ സെൽ, ഒരു സിംഗിൾ സെല്ലിനേക്കാളും കുറഞ്ഞ ഒന്നും ജീവനുള്ള സാധനമല്ല. മനസ്സിലായോ? ഓക്കെ. This is a fundamental structural and functional unit of all living organisms. Next is totipotency. നിങ്ങൾ പ്ലസ് ടുവിൽ കുറെ പഠിച്ച ടോട്ടിപൊട്ടൻസിനെ ഒക്കെ പറ്റി. What is totipotency? It is a potential of any living cell to differentiate into a organism. നമ്മൾ ടിഷ്യൂ കൾച്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ എന്താ, ഒരു പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു സെല്ലാവാം, ടിഷ്യൂ ആവാം, ഓർഗൻ ആവാം, ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ നല്ല ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ ഇട്ടിട്ട് വളർത്തും അല്ലെ. സോ ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ ഒരു പ്ലാന്റിന്റെ മെരിസ്റ്റം ഒരു സെല്ലല്ലേ, മെരിസ്റ്റം എടുത്ത് നമ്മൾ ന്യൂട്രിയൻ മീഡിയത്തിലിട്ട് ആ മെരിസ്റ്റത്തിന് വലുതായി ഒരു ഫുൾ പ്ലാന്റ് ആവാനുള്ള കഴിവുണ്ട്. ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. എന്താ വിളിക്കാം? ടോട്ടിപൊട്ടൻസി. It is the potential of any living cell to differentiate into an organism. അടുത്തത് fifth question. An outstanding figure in the solving the structure of collagen protein. അത് നമ്മുടെ ടെക്സ്റ്റ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സയന്റിസ്റ്റ് നിങ്ങൾക്ക് കാണാം, GN രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ കുറെ പിന്നെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെ ചോദിക്കാറില്ല ആ ഭാഗത്തുനിന്നും. സോ കൊളാജൻ പ്രോട്ടീനിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആണ് നമ്മുടെ GN രാമചന്ദ്രൻ കേട്ടോ. The chief advantage of multicellularity over unicellular organization. So unicellular എന്ന് വെച്ചാൽ made up of one cell, single cell organism അല്ലെ, അതാണ് യൂണിസെല്ലുലാർ. മൾട്ടിസെല്ലുലാർ എന്ന് വെച്ചാലോ made up of more than one type of cell. നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. എന്താണ് നമ്മുടെയൊക്കെ മൾട്ടി സെല്ലുലാരിറ്റി, യൂണിസെല്ലുലാറിനെ അപേക്ഷിച്ച് മൾട്ടി സെല്ലുലാറിന്റെ ഗുണങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്താ ഗുണം? ദാറ്റ് ഈസ് division of labor. D is the answer. Division of labor. എന്താ division of labor എന്ന് വെച്ചാല്, ഇപ്പൊ ഒരു സെല്ലാണെങ്കിൽ ആലോചിച്ച് നോക്ക്, ആ സെല്ലില് ആ ഓർഗാനിസത്തിലുള്ള എല്ലാ ഫങ്ഷൻസും, മെറ്റബോളിക് ഫങ്ഷൻ ആയിക്കോട്ടെ, അതിന് മൂവ് ചെയ്യാം, മൂവ്മെന്റ് ആയിക്കോട്ടെ, എന്ത് കാര്യം ചെയ്യാൻ ഒരൊറ്റൊരു സെല്ല് മാത്രമേ ഉള്ളൂ. റീപ്രൊഡക്ഷൻ, സെക്രീഷൻ, ഡൈജഷൻ എല്ലാം ചെയ്യാൻ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് അതാണോ? അല്ല, നമുക്ക് ഇഷ്ടംപോലെ ഓർഗൻസ് ഉണ്ട് ചെയ്യാൻ അല്ല. റെസ്പിറേഷൻ ചെയ്യാൻ കുറച്ച് ഓർഗൻ ഉണ്ട്, ബ്ലഡ് പമ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ ഡൈജഷൻ ആൾക്കാരുണ്ട്, മൂവ്മെന്റിന് ആൾക്കാരുണ്ട്. അപ്പൊ അതാണ് മെയിൻ ഡിവിഷൻ ഓഫ് ലേബർ. ജോലികളെ പല ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ കുറെ ഒരു ജോലി ഒരാൾ ചെയ്യുന്നതാണോ പല ആൾക്കാർ ചെയ്യുന്നതാണോ കൂടുതൽ നല്ലേ? കുറെ ആൾക്കാർ ചെയ്യുന്ന അല്ലെ. അപ്പൊ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കും ചെയ്യുമ്പോൾ. സോ division of labor is the answer. Seventh question. Living substance were observed in the cells in 1772 by Alfonso Cote. Answer is D. Okay, അപ്പോൾ സെല്ലില് ലിവിങ് സബ്സ്റ്റൻസ്, സെല്ലിലുള്ള ലിവിങ് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ആരാ? പ്രോട്ടോപ്ലാസം. അപ്പൊ ഒരു സെല്ലെടുത്താല് അതിൻ്റെ ഉള്ളില് ന്യൂക്ലിയസ് ഉണ്ട്, വാക്യൂൾ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, മൈറ്റോകോൺട്രിയ, അങ്ങനെ കുറെ സാധനമല്ലേ. അപ്പം ഈ സെൽ മെംബ്രെയിൻ അങ്ങ് കളഞ്ഞാൽ ഉള്ള ബാക്കി എല്ലാത്തിനെയും കൂടെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ ഇവര് മാത്രമാണ് ആര്? സൈറ്റോപ്ലാസം. വാക്യൂളിലുള്ള ഫ്ലൂയിഡ്, ന്യൂക്ലിയസിനുള്ള ഫ്ലൂയിഡ്, മൈറ്റോകോൺട്രിയയുടെ ഉള്ള എല്ലാം കൂടെ ചേർന്നതാണ് അതിന് പ്രോട്ടോപ്ലാസം. അപ്പൊ ഒരു സെല്ലിനെ സംബന്ധിച്ച് അതിന്റെ ലിവിങ് സബ്സ്റ്റൻസ് എന്തുവാ? പ്രോട്ടോപ്ലാസം. ആ പ്രോട്ടോപ്ലാസത്തിന് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത മനുഷ്യനാണ് അൽഫോൺസോ കോട്ടെ. ഓപ്ഷൻ ഡി. നിങ്ങൾ ഓർഗൻ ഓഫ് കോട്ടെ പഠിച്ചിട്ടില്ലേ നമ്മളെ ചെവിയുടെ ഉള്ളിലുള്ള സെയിം മനുഷ്യൻ കേട്ടോ. അടുത്ത the jelly-like mass inside the cell was named as protoplasm by ഓപ്ഷൻ ബി, ഹ്യൂഗോ വോൺ മോൾ. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. കുറച്ചും എന്താ പറയാ, ഇപ്പം 4-5 വർഷമായിട്ട്
നമ്മുടെ NCERT മാത്രമേ ചോദിക്കാറുള്ളൂ. സോ അതൊന്നും പഠിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ 8ാമത്തെ ആൻസർ ബി കേട്ടോ. ഇനി 9. Who first explained that cells are divided and new cells are formed from pre-existing cell? New cells are formed from new existing cell. ആരാണ് പറഞ്ഞേ? നമ്മുടെ സെൽ തിയറി, മോഡേൺ സെൽ തിയറിയിൽ നമ്മുടെ മൂന്നാമതായിട്ട് വന്ന മനുഷ്യൻ ആരായിരുന്നത്? റുഡോൾഫ് വിർച്ചോ in 1855 അല്ലേ? സെൽസ് പൊട്ടിമുളയ്ക്കുന്നല്ല, they are formed from pre-existing cells. Why should be accredited for noting the absence of cell wall in animal cells as a fundamental difference between plant cell as early as plant cell and animal cell as early as in 1839. അപ്പം അനിമൽ സെല്ലിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അനിമൽ സെല്ലിനെ പറ്റി പറഞ്ഞു സുവോളജിസ്റ്റ്. സുവോളജിസ്റ്റ് ആരായിരുന്നു? സ്ക്ലീഡൻ ആണോ ഷ്വാൻ ആണോ? ഷ്വാൻ ആണ് അല്ലെ. സ്ക്ലീഡൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു, മറ്റേ ഷ്വാൻ സുവോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളിയാണ് അത് കണ്ടുപിടിച്ചത്. സോ ആൻസർ ഇസ് ഡി. 10ാമത്തെ ആൻസർ ഇസ് ഡി കേട്ടോ. ഓക്കെ, ഇനി 11ാമത്തെ. Who proposed the hypothesis that the bodies of animals and plants are composed of cells and their products? അനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഉണ്ടാക്കിയത് സെല്ലും അതിന്റെ പ്രൊഡക്ട്സും ആണ്. ആരായിരുന്നു പറഞ്ഞേ? അതും നമ്മുടെ സെയിം പുള്ളി. ആരാ? ഷ്വാൻ അല്ലേ. 11th answer is B. An extension to the essence of cell theory was suggested by. അപ്പൊ അതുവരെ സാധാ സെൽ തിയറിയുടെ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സെൽ all the organisms are composed of cells and products of cell. പിന്നെ മോഡേൺ സെൽ തിയറി ആവാൻ കാരണം നമ്മുടെ ഒരു മനുഷ്യൻ, മൂന്നാമത്തെ ആള് ആരായിരുന്നു? റുഡോൾഫ് വിർച്ചോ വന്ന് പുതിയൊരു പോയിന്റ് പറഞ്ഞപ്പം അതും കൂടെ കൂട്ടിയിട്ടാണ് മോഡേൺ സെൽ തിയറി വിളിച്ചത്. സോ 12th one answer is B. 13. Dead cell have no role to play. ഒരിക്കലുമല്ല. ഡെഡ് സെല്ലിന് ഇഷ്ടം പോലെ റോൾ ഉണ്ട്. ഓക്കെ, സോ ഡെഡ് സെൽ ആണ്. ഇപ്പൊ നമ്മുടെ പ്ലാന്റ്സിനെ സംബന്ധിച്ച് നമ്മുടെ സൈലം ഒക്കെ ഇല്ലേ, സൈലം നമ്മൾ അനാട്ടമി പഠിക്കാൻ പഠിച്ചായിരുന്നു. സൈലം എടുപ്പോ 4 എലമെന്റ്സ് ഏതൊക്കെയാ? ട്രക്കീഡ്സ്, വെസൽസ്, ഫൈബേഴ്സ് ആൻഡ് പാരങ്കൈമ. അതിനകത്ത് 3 ഡെഡ് ആണ്. ട്രക്കീഡ് ആയിക്കോട്ടെ, വെസൽ ആയിക്കോട്ടെ, ഫൈബേഴ്സ് ആയിക്കോട്ടെ, ഡെഡ് സെല്ലുകളാണ്. അപ്പൊ ഡെഡ് സെല്ല് കാരണം അത് ഒരു ഫംഗ്ഷൻ ഇല്ലാത്തതാണോ? അല്ല, ഒരിക്കലുമില്ല. സൈലമാണ് പ്ലാന്റില് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഒബ്വിയസ്ലി ദേ ഹാവ് ഫംഗ്ഷൻ. അതേപോലെ സൈലമാണ് ഒരു പ്ലാന്റിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുന്നത്. സൈലത്തിന് 2 ഫംഗ്ഷനാണ്. ഒന്ന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കും, രണ്ടാമത്തെ വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. ഒബ്വിയസ്ലി എപ്പോഴും ഡെഡ് സെല്ലിന്റെ മെയിൻ ജോലി, സ്ക്ലീറൻഡൈമയുടെ ഒക്കെ മെയിൻ ജോലി എന്താ? മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹാവ് നോ റോൾ ടു പ്ലേ ഇസ് ഇൻകറക്റ്റ് ആൻസർ. പീരിയോഡിക്കലി ഷെഡ് നിർബന്ധമില്ല. പീരിയോഡിക്കലി ഇങ്ങനെ ഷെഡ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. Play some role in animals as a coat of skin but have no role in plants. Never. Plants will role in the dead cell of xylem in plants perform water conduction. So feel like. So answer is D. That is the benefits of differentiation. That is the benefit of differentiation. What do you mean by differentiation? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവുന്നു, 2 ഡിവൈഡ് ചെയ്ത് 4 ആവുന്നു, 4 ഡിവൈഡ് 8 ആവുന്നു. ഇങ്ങനെ സെല്ലിനെയാണ് നമ്മൾ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സെല്ല് എവിടെയാ കാണുക? പൊതുവെ റൂട്ടിന്റെ ഒക്കെ അപ്പെക്സിൽ, അതേപോലെ ഷൂട്ടിന്റെ ഒക്കെ അപ്പെക്സിലാണ് ഇത്തരം സെല്ല് കാണുക. ഇത്തരം ഡിവൈഡ് ചെയ്യുന്ന സെല്ല് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ they lost their capacity for division and they become permanent. അല്ലെ, ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോവും. അവർ എന്തെങ്കിലും സ്പെസിഫിക് ഫംഗ്ഷൻ ആണ് പിന്നീട് ചെയ്യുക, പിന്നീട് ഡിവൈഡ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയാം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത കുറെ സെല്ലുകൾ കൂടി ചേർന്നാണ് ടിഷ്യൂ ആവുക. ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗൻ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം കൂടി ചേർന്ന് ഓർഗാനിസം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സെല്ല് മെച്ചർ ആവുന്ന പരിപാടിക്കാണ് എന്ത് വിളിക്കുക? ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ എന്തൊക്കെ റോൾ? ഇൻക്രീസ് സർവൈവൽ, obviously increase specialization അല്ലേ, ensure uninterrupted life
ലൈഫ് ആക്ടിവിറ്റി. വെറും മെരിസ്റ്റമാറ്റിക് സെല്ലാണ് ഡിവൈഡിങ് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണോ ഒരു ഓർഗാനിസത്തിനെ പറ്റി ഒരു ഓർഗാനിസത്തിന്റെ ആകെ ജോലി ഡിവൈഡ് ചെയ്യാൻ മാത്രമാണോ? അല്ല. നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ ജോലികളുണ്ട്. അതൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സെല്ലുകൾ ആവശ്യമാണ് അല്ലെ. അപ്പം a proper balance between cell surface and cell volume. Okay, all the above. Answer is all the above. Okay, and a proper balance between cell surface and cell volume എന്ന് വെച്ചാല് ഇപ്പം ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാണ്. സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ല് ഉണ്ടാവുകയാണെ. അങ്ങനെ പുതിയ സെല്ല് ഉണ്ടാവുന്നതിനനുസരിച്ച് സെല്ലിന്റെ വോളിയം എന്താവും? കൂടും. വോളിയം ഭയങ്കരമായിട്ട് കൂടും. വോളിയം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ സർഫസ് ഏരിയ, സെല്ലിന്റെ സർഫസ് ഏരിയ എന്താവും? ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടിയ എന്താ പ്രശ്നം? സർഫസ് ഏരിയയും വോളിയം ഒക്കെ കൂടിയ എന്താ പ്രശ്നം? നിങ്ങൾക്കറിയാം, ഒരു സാധനത്തിന് അപ്പുറത്തെ സെല്ല്, ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലെത്തണമെങ്കിൽ ഒരു സെല്ല് ക്രോസ് ചെയ്യണം അല്ലെ. അപ്പൊ കുറെ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ആ സെല്ല് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാ അല്ലെ. അപ്പം ഭയങ്കര പാടാണ്. കുറെ ഏരിയ ഉണ്ട്, കുറെ ദൂരം പോണ്ടേ. അപ്പൊ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. അപ്പൊ മര്യാദക്ക് സെൽ സർഫസ് സെൽ വോളിയം തമ്മിൽ ഒരു പ്രോപ്പർ ബാലൻസ് വേണം. വോളിയം കൂടുന്നതിനനുസരിച്ച് ഏരിയയും കൂടിയാൽ ട്രാൻസ്പോർട്ട് ഭയങ്കര പാടായിരിക്കും. അതിനൊക്കെ എന്ത് സഹായിക്കും? ഡിഫറൻസിയേഷൻ സഹായിക്കും. സോ ദ ആൻസർ ഈസ് ഓൾ ദി അബവ്. 15th question. Undifferentiated cells are. Undifferentiated cell എന്ന് വെച്ചാൽ ഏതാ? ഞാനിപ്പോ പറഞ്ഞ മെരിസ്റ്റമാറ്റിക് സെല്ലൊക്കെ എവിടെയാണോ കാണാം? seen in young growing parts of plants അല്ലെ. ഷൂട്ടിന്റെയും റൂട്ടിന്റെയും അപ്പെക്സില്, യങ് ഗ്രോയിങ് പാർട്സില്. seen at stem and root apex. അതെ. capable of division and growth ആണല്ലോ. മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് ഡിവിഷനും ഗ്രോത്തിനും സഹായിക്കും. സ്റ്റെം സെൽസ് ഓഫ് ആനിമൽസിന്റെ സ്റ്റെം സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ കഴിവുണ്ട്. അതേപോലെ മെരിസ്റ്റമാറ്റിക് സെൽസ് ഓഫ് പ്ലാന്റ്സ്. ഓൾ ദി അബവ് ആർ കറക്റ്റ്. ആൻസർ ഇസ് ഇ. ആവറേജ് ലെങ്ത് ഓഫ് ബാക്ടീരിയ എത്രയായിരുന്നു? 3 to 5 micrometer. Answer is D. അടുത്ത ഡയമീറ്റർ ഓഫ് ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസ്. RBC ഇതൊക്കെ NCERT-ലാണ്. 7 മൈക്രോമീറ്റർ. എത്ര? 7 മൈക്രോമീറ്റർ. അപ്പൊ മൈക്രോപ്ലാസ്മ എത്രയായിരുന്നു പറഞ്ഞേ? 0.3 മൈക്രോമീറ്റർ. ബാക്ടീരിയ 3 to 5 മൈക്രോമീറ്റർ. RBC 7 micrometer. To maintain the surface area to volume ratio in balanced state, some cells have acquired additional structures in the form of projections. Surface area ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇൻഡസ്റ്റൈനിലൊക്കെ ഒരു പ്രൊജക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സുവോളജിയിലായിരിക്കും നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക. പ്രൊജക്ഷൻ എന്താ വിളിക്കുക? മൈക്രോവില്ലെ. സോ അബ്സോർപ്ഷൻ റേറ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുക? മൈക്രോവില്ലെ. ആൻസർ സി. ജർമ്മൻ ബയോളജിസ്റ്റ് റോട്ട് ഒമ്നിസെല്ലുലെ ഈ സെല്ലുലെ ആരായിരുന്നു എഴുതിയേ? നമ്മുടെ റുഡോൾഫ് വിർച്ചോ അല്ലായിരുന്നോ? റുഡോൾഫ് വിർച്ചോ എന്താ പറഞ്ഞേ? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. സോ ആൻസർ ഇസ് റുഡോൾഫ് വിർച്ചോ. Robert Brown discovered the nucleus inside the cells of orchid roots. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. 20C. Cell theory as understood today. Cell theory രണ്ട് മെയിൻ ആയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അല്ലെ. 2 postulates. What are the 2 postulates? All living organisms are composed of cells and products of cell. രണ്ടാമത്തെ all cells arise from pre-existing cell. Answer A and B. The main arena of cellular activities in both the plant and animal. Animal cellilum, plant cellilum, cellular activities main ആയി നടക്കുന്ന സ്ഥലം. None other than cytoplasm. Cytoplasmത്തിൽ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്ലൈക്കോളിസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? റെസ്പിറേഷനിൽ ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്
എനർജി ഉണ്ടാക്കുന്ന പരിപാടി അതൊക്കെ നടക്കുന്ന ലൊക്കേഷൻ ഏതാ? സൈറ്റോപ്ലാസം. അപ്പൊ എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിലും അനേറോബിക് റെസ്പിറേഷൻ ആണൊക്കെ നടക്കുന്ന സ്ഥലമാണ് സൈറ്റോപ്ലാസം. റെസ്പിറേഷൻ ഇല്ലാതെ ATP ഉണ്ടോ? ATP ഇല്ല ഈ പരിപാടി എന്തെങ്കിലും നടക്കുമോ? ഇല്ല. എനർജി ഇല്ലെങ്കിൽ സെല്ലിന് ജീവിക്കാൻ പോലും പറ്റൂല. സോ മെയിൻ ആയിട്ടുള്ള സെല്ലുലാർ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്ന സ്ഥലമാണ് സൈറ്റോപ്ലാസം. 23 മാച്ച് ദ ഫോളോയിങ് നമ്മുടെ NCERT-യിലുള്ള പിക്ചർ ആണത്. കുറെ പിക്ചേഴ്സ്, സെല്ലുകളുടെ പിക്ചേഴ്സും അതിന്റെ ഷേപ്പും കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. WBCയുടെ ഷേപ്പ് എന്താ മക്കളെ? WBC അമീബോയ്ഡ് ഷേപ്പ്. ഏതാ ഷേപ്പ്? അമീബോയ്ഡ് ഷേപ്പ്. കോളംനാർ എപ്പിത്തീലിയൽ സെൽ. ആ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ മതി ആ പിക്ചർ കേട്ടോ. കോളംനാർ എപ്പിത്തീലിയൽ ലോങ് ആൻഡ് നാരോ, തിരിഞ്ഞ് നല്ല ലോങ് ആയിട്ടുള്ള ഒരു സെൽ. RBCയുടെ ഷേപ്പ് എന്താ നിങ്ങൾക്ക് അറിയാം? RBCയുടെ ഷേപ്പ് എന്താ? RBC ഏതാണോ വായിച്ചതാ? ബൈക്കോൺകേവ് അല്ലെ? റൗണ്ട് ആൻഡ് ബൈക്കോൺകേവ്. ഇനി nerve cell branched and long. ഇനി mesophil cell round and oval. mesophil cell എവിടുത്തെ സെല്ല? ലീഫിലെ സെൽ അല്ലെ? റൗണ്ട് ആൻഡ് ഓവൽ ഷേപ്പ്. സൈലം ട്രക്കീഡ് ഐ തിങ്ക് ഇലോങ്ങേറ്റഡ് അല്ലെ? അതിന്റെ ബാക്കിയുള്ളൂ ഇലോങ്ങേറ്റഡ്. അപ്പം ആൻസർ ഇതിൽ ഏതാ വരിക നിങ്ങൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചോ കേട്ടോ. ഐ തിങ്ക് amoeboid basics. Yeah, answer is E is the answer. E. The largest isolated single cell is very, very important. Egg of an ostrich. Choose the incorrect statement. Cells that have membrane-bound nuclei are called eukaryotic. ആണല്ലോ അതെ. Cells that lack membrane-bound nuclei are prokaryotic. സത്യമാണ്. A semi-fluid matrix called cytoplasm occupies the volume of cell in both prokaryotic and eukaryotic. വളരെ ശരിയാണ്. Nucleoplasm is the main arena of cellular activity. അല്ലല്ല, നമ്മളിപ്പോ പഠിച്ചുള്ളൂ. ഏതായിരുന്നു? സൈറ്റോപ്ലാസം അല്ലെ? ന്യൂക്ലിയോപ്ലാസം ന്യൂക്ലിയസിനുള്ളിലത്തെ ഫ്ലൂയിഡ് ആണ്. തെറ്റാണ്. Various chemical reactions occur in the cytoplasm to keep the cell in the living state. So answer is D. 25th answer is D. The prokaryotic cells are represented by bacteria. Prokaryote ആണ്. Blue green algae cyanobacteria prokaryote ആണ്. Mycoplasma obviously prokaryote ആണ്. PPLO prokaryote ആണ്. Answer is E. The basic shapes of bacteria are Bacillus, Coccus, Vibrio and Spirillum. Bacillus ഏതാ ഷേപ്പ് നോക്കളെ? Bacillus road shape, Coccus round shape, Vibrio comma shape, Spirillum spiral shape. 28 1 second. Regarding prokaryotes, generally smaller and multiply more rapidly than eukaryote. Eukaryote speed multiply prokaryote അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഒരു സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാൻ, സെൽ ഡിവൈഡ് ചെയ്യാൻ 24 മണിക്കൂർ എടുക്കണം അല്ലെ? പക്ഷെ ബാക്ടീരിയ ഒരു 20 മിനിറ്റ് ഒക്കെ മതി. സോ ആൻസർ ശരിയാണ്. Prokaryotes have a cell wall surrounding the cell membrane. Correct ആണ്. സെൽ വാൾ ഉണ്ടായിരുന്നു അല്ലെ? സെൽ വാൾ ആദ്യം സെൽ മെംബ്രെയിൻ, സെൽ വാൾ, പിന്നെ ഗ്ലൈക്കോകാലിക്സ് അങ്ങനെയല്ലേ? The fluid matrix filling the cell is the cytoplasm and there is no well-defined nucleus. Correct. The genetic material is basically naked, not enveloped by nuclear membrane. Correct. സത്യമാണല്ലോ. അതുകൊണ്ടാണ് prokaryote എന്ന് വിളിക്കുന്നത്. Many bacteria have small circular DNA outside the genomic DNA. അവര് സ്വന്തമായിട്ട് ഒരു ജീനോമിക് DNA പുറത്ത് ഒരു സർക്കുലാർ DNA ഉണ്ടായിരുന്നു. എന്തായിരുന്നു വിളിച്ചത്? പ്ലാസ്മിഡ്. എന്താ വിളിച്ച? പ്ലാസ്മിഡ്.
So, and adu correct alla. Mesosome is the essential infolding of cell membrane ന്റെ ആ ഫോൾഡിങ്സിനെ വിളിക്കുന്ന പ്ലാസ്മ മെംബ്രെയിന്റെ ഫോൾഡിംഗ് എന്ന് വിളിക്കുന്ന പേരാണ് mesosome. So all are correct. E is the answer. Most prokaryotic cells, particularly the bacterial cells, have a chemically complex cell envelope. Cell envelope le 3 layers are ulla. ഏതൊക്കെയാ? ഏറ്റവും ഔട്ടർ ലെയർ ഗ്ലൈക്കോകാലിക്സ്, രണ്ടാമത്തത് സെൽ വാള്, ഏറ്റവും ഉള്ളില് പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെയല്ലേനോ? Chromatophore ഒന്നുമില്ല. Answer is A, B and C. E is the answer. ബാക്ടീരിയ ഫ്ലജല്ല. ഫ്ലജല്ല എന്തിനു വേണ്ടിട്ടാ? മൂവ്മെന്റിന് വേണ്ടിട്ടല്ലേ? 3 ഭാഗമായിരുന്നു ഉള്ളത്. ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെന്റ്. ഹുക്ക്, ബേസൽ ബോഡി ആൻഡ് ഫിലമെന്റ് കേട്ടോ. അപ്പൊ ഇത് ബാക്ടീരിയ. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ഹുക്ക്, ഇതാണ് ബേസൽ ബോഡി, താഴോട്ട് നീണ്ടു കിടക്കുന്നതാണ് ഫിലമെന്റ് കേട്ടോ. റിഗാർഡിംഗ് പ്രൊകാരിയോട്ടിക് റൈബോസോം. പ്രൊകാരിയോട്ടിക് റൈബോസോം. Prokaryote ribosomes are associated with plasma membrane of the cell and also seen in the cytoplasm. അതെ, പ്ലാസ്മ മെംബ്രെയിന്റെ മുകളിലും കാണാറുണ്ട്, സൈറ്റോപ്ലാസം കാണാറുണ്ട്. ശരിയാണ്. ഇനി they are about 15 nanometer to 20 nanometer in size. എത്രയാ? 15. അതൊരു ക്വസ്റ്റ്യൻ അത് കാണുമ്പോൾ തന്നെ പഠിക്കുക കേട്ടോ. 15 nanometer to 20 nanometer in size ആണ്. Made up of 2 subunits. 50s plus 30s ആയിരുന്നു 70s. ഓർമ്മയില്ല? 50s plus 30s. Prokaryotic 70s ribosome ആണ്, which is made up of 50s plus 30s. Ribosome ജോലി protein synthesis. Correct. Several ribosomes may attach to single mRNA and form a chain called polysome or polyribosome. നമ്മളായിരുന്നു പറഞ്ഞു. The ribosome of polysome translate the mRNA into protein. mRNA to protein. ആ പരിപാടിക്ക് ട്രാൻസ്ലേഷൻ എന്നല്ലേ വിളിച്ചത്? അതിനെപ്പറ്റി പറയണോ? കറക്റ്റ് അല്ലേ? ജനറ്റിക്സ്. ആൻസർ all are correct. Select the incorrect statement related to eukaryotes. Incorrect. Eukaryotes include all the protists, plants, animals and fungi. ശരിയാണ്. ഒന്നാമത്തെ മൊണേറ മാത്രമേ പ്രൊകാരിയോട്ട് ഉള്ളൂ, ബാക്കി 4 പേരും യൂകാരിയോട്ടാണ്. ശരിയാണ്. In eukaryotic cell, there is an extensive compartmentalization of cytoplasm through the presence of membrane-bound organelles. Yeah. എന്താണോ കമ്പാർട്ട്മെന്റലൈസേഷൻ വെച്ചാല്? ഒന്ന് സെക്കൻഡ്. കമ്പാർട്ട്മെന്റലൈസേഷൻ വെച്ചാൽ എന്താ? ഇപ്പം നമ്മളൊരു പാത്രത്തില് മീന്, വലിയൊരു പാത്രം, മീന്, ഫ്രൂട്ട്സ്, പാല്, വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ചെതറിയിട്ടിരിക്കുകയാണ്. ഫുഡ് എല്ലാം ചെതറിയിട്ടിരിക്കുക. വേറൊരു പാത്രത്തില്, വലിയ പാത്രത്തില്, ഒരു കുഞ്ഞു പാത്രത്തിൽ ഫിഷ് മാത്രം, ഒന്നില് വെജിറ്റബിൾ മാത്രം, ഒന്നില് ഫ്രൂട്ട്സ് മാത്രം, ഒന്നില് റൈസ് അങ്ങനെ ഫുഡ് മാത്രം, ഒന്നില് ചിക്കൻ മാത്രം, അങ്ങനെ വേറൊരു പാത്രം. ഓക്കെ, എന്താണ് വ്യത്യാസം? ചെതറിയിട്ടിരിക്കുന്നതാണ് അടിപൊളി, നന്നായിട്ട് ഓരോ കമ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്തതാണ് നല്ലത്. ഡെഫിനറ്റ്ലി കമ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്തല്ലേ. ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ആയിട്ട് ഓരോന്നിന്റെ ഉള്ളിൽ ഒരു മെംബ്രെയിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തവരാണ് യൂകാരിയോട്ടിക് സെൽ. പകരം എല്ലാം വെറുതെ വെതറിയിട്ടിരിക്കുന്നവരാണ് പ്രൊകാരിയോട്ടിക് സെൽ. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. Eukaryotic cells possess an organized nucleus with nuclear envelope. ശരിയാണ്. Eukaryotic cells have a variety of complex locomotor and cytoskeletal structures. അല്ലേ? സീലിയം ഫ്ലജെല്ലയും ഒക്കെ ഇല്ലേ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? All eukaryotic cells are identical. Never. Even plants ഉം animal cell തന്നെ ഐഡന്റിക്കൽ ആണോ? അല്ല. ഫംഗസിന്റെ സെല്ലും ഇവരുടെ സെല്ലും ഐഡന്റിക്കൽ ആണോ? ഒരിക്കലല്ല. സോ ആൻസർ ഇസ് ഇ. ഏതാ നമ്മൾ ചോദിച്ചത്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആൻസർ ഇസ് ഇ. Plant cells are different from animal cells as the former possess
ഫോമർ എന്ന് വെച്ചാൽ പ്ലാന്റ്. പ്ലാന്റിൽ എന്തൊക്കെയാ? സെൽ വാൾ ഉണ്ട്, പ്ലാസ്റ്റഡ് ഉണ്ട്, ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട്. സെൻട്രിയോൾ ഇല്ല. സെൻട്രിയോൾ ആരുടെ ഫീച്ചറാ? ആനിമൽസിന്റെ ഫീച്ചറാ. ആൻസർ ഓൾ എക്സെപ്റ്റ് ഡി. ഓൾ എക്സെപ്റ്റ് ഡി. So 33 answer is E. കേട്ടോ. Cell drinking is usually referred to as. Cell drinking. എന്താ മക്കളെ സെൽ ഡ്രിങ്കിങ് എന്ന് വെച്ചാ? ഇവന്റെ ക്വസ്റ്റ്യൻ ആണ്. സെൽ ഡ്രിങ്കിങ് അല്ല, ഡ്രിങ്കിങ്. സെൽ ഡ്രിങ്കിങ് എന്ന് വെച്ചാല് ഇപ്പൊ ഒരു സെല്ല്, ഈ ഒരു സെല്ലാന്ന് വെച്ചോ. ഈ സെല്ല് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ ഈ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ മെല്ലെ വന്ന് നൈസായിട്ട് ആ ഫ്ലൂയിഡിനുള്ളിലോട്ട് അകത്താക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലോട്ടേക്കാക്കും. ഇതിന്റെ അവസാനം ഫ്ലൂയിഡ് ഉള്ളിലെത്തും. ഇതിനെയാണ് എന്ത് വിളിക്കുക? സെൽ ഡ്രിങ്കിങ്. ഫ്ലൂയിഡിനെ അകത്താക്കുന്ന പരിപാടി. ഫ്ലൂയിഡ് ആണ്. ഫുഡ് ഫ്ലൂയിഡ് രൂപത്തിലാണ്, ലിക്വിഡ് ഫോമിലാണെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഫുഡിനെ അകത്താക്കുന്ന പരിപാടിക്ക് എന്താ വിളിക്കുക? സെൽ ഡ്രിങ്കിങ് അഥവാ പിനോസൈറ്റോസിസ് എന്ന് വിളിക്കുക. പിനോസൈറ്റോസിസ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നു? 34. ഓക്കെ. എൻഡോസൈറ്റോസിസ് സെയിം സാധനം. എൻഡോസൈറ്റോസിസ് എന്ന് വെച്ചാൽ വെറും ഫ്ലൂയിഡ് മാത്രമല്ല, ഏതൊരു ടൈപ്പ് ഓഫ് ഫുഡിനെ അകത്താക്കുന്നതിന് എൻഡോസൈറ്റോസിസ് എന്ന് വിളിക്കുക. നമ്മുടെ അമീബയൊക്കെ നൈസായിട്ട് പോയിട്ട് അമീബ സ്യൂഡോപോഡിയ വെച്ചിട്ട് നൈസായിട്ട് ആദ്യം അവരെ മേലെ ഇങ്ങനെ ചുറ്റി 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 അവസാനം ഫുഡിനെ ഉള്ളിലോട്ടേക്ക് കയറ്റലുണ്ട്. അതാണ് എൻഡോസൈറ്റോസിസ്. ഇത് സെയിം എൻഡോസൈറ്റോസിന്റെ ഒരു പാർട്ടാണ് പിനോസൈറ്റോസിസ്. പിനോ എന്ന് വെച്ചാൽ വെറും ഫ്ലൂയിഡ്, ലിക്വിഡ് മാത്രം. കേട്ടോ. The capsule and slime layer of bacteria cells are mainly composed of. Capsule slime layer ഗ്ലൈക്കോകാലിക്സ് ആണ്. ടഫ് ആണ് ഗ്ലൈക്കോകാലിക്സ് എന്ന് ക്യാപ്സ്യൂൾ എന്ന് വിളിച്ചു. ലൂസ് ആണെങ്കിൽ സ്ലൈം ലെയർ എന്ന് വിളിച്ചു. ആൻസർ പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡ് ഞാൻ പറഞ്ഞതാണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ഇനി ഗ്ലൈക്കോഫോറിൻസ് ആർ. ഗ്ലൈക്കോഫോറിൻസ് എന്ന് വെച്ചാല് നമ്മൾ RBC ഇല്ലേ, RBC സെല്ലിന്റെ ഒരു സെല്ലിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ടേക്ക് നമുക്ക് ഈ ഷുഗർ മോളിക്യൂൾസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു പ്രോട്ടീൻ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പ്രോട്ടീന്റെ എപ്പോഴും നിങ്ങൾക്ക് അറിയാം പ്രോട്ടീൻസ് ആണ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുക. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ പഠിച്ചിട്ടില്ലേ? അതേപോലെ RBCന്റെ മുകളിൽ കാണുന്ന ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് ഗ്ലൈക്കോഫോറിൻ. ആരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക? ഷുഗറിന്. അറിയാം, ഷുഗറിന്. ഓക്കെ. സോ ഗ്ലൈക്കോഫോറിൻസ് ആർ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ. എന്താ? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. മെംബ്രെയിന്റെ ഇടയ്ക്ക് കാണുന്ന പ്രോട്ടീൻ ആണ് ഗ്ലൈക്കോഫോറിൻ. Inclusion bodies or storage granules of bacteria not bounded by membrane system are. നമ്മള് ബാക്ടീരിയ പറയുമ്പോൾ അത് പറയാൻ മറന്നുപോയി. ബാക്ടീരിയന്റെ ഉള്ളിലുള്ള മെറ്റീരിയൽസിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ. അങ്ങനെ വട്ടത്തിൽ കുറച്ച് ഗ്രാനുൾസ് സ്റ്റോർ ചെയ്യാൻ അവരെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഇൻക്ലൂഷൻ ബോഡി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇൻക്ലൂഷൻ ബോഡി. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് കുറെ സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യുക. അപ്പം അങ്ങനെ കുറെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോസ്ഫേറ്റ് ഗ്രാനുൾ, സൈനോഫൈസിൻ ഗ്രാനുൾ, സൾഫർ ഗ്രാനുൾ, ഗ്ലൈക്കോജൻ ഗ്രാനുൾ. പേര് തന്നെ ഉണ്ട്. സൾഫർ ഗ്രാനുൾസ് എന്താ സ്റ്റോർ ചെയ്യുക? സൾഫറിനെ. ഗ്ലൈക്കോജൻ ആണെങ്കിൽ ഗ്ലൈക്കോജനെ സ്റ്റോർ ചെയ്യും. ആൻസർ ഓൾ ദി എബവ്. അടുത്തത് ഗ്യാസ് വാക്യൂൾസ് ആർ ഫൗണ്ട് ഇൻ. ടെക്സ്റ്റിലുള്ള ഒരു സാധനം. നമ്മുടെ ഇൻക്ലൂഷൻ ബോഡി ഇല്ലേ, സ്റ്റോറേജ് ഗ്രാനുൾ, അതിനൊരു എക്സാമ്പിൾ ആണ് ഗ്യാസ് വാക്യൂൾ. ഓക്കെ. ഗ്യാസ് വാക്യൂൾ എവിടെയൊക്കെ കാണാം? ബ്ലൂ ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, പർപ്പിൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, ഓൾ എക്സെപ്റ്റ് ഡി. കേട്ടോ. ഓൾ എക്സെപ്റ്റ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്ടീരിയൽ സെൽ അപ്പൻഡേജസ്. ബാക്ടീരിയന്റെ സെല്ലിന്റെ മുകളിൽ കാണുന്ന അപ്പൻഡേജസ് എന്തൊക്കെയാ മക്കളെ? പീലി, ഫിംബ്രിയ ആൻഡ് ഫ്ലജല്ല. പഠിച്ചല്ലേ?
സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചതാ. Fili and flagella. Answer D. Choose the incorrect statement regarding mesosome. Mesosome എന്തായിരുന്നു? ബാക്ടീരിയയുടെ പ്രൊകാരിയോട്ടിക് സെല്ലിൽ മാത്രം കാണുന്ന പ്ലാസ്മ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ്സിനായിരുന്നു മീസോസോം എന്ന് വിളിച്ചത്. മീസോസോമിന് കുറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ എഴുതി തന്നായിരുന്നു. Mesosomes are formed by extension of plasma membrane. ശരിയാണ്. These extensions are in the form of vesicles, tubules and നമ്മൾ പറഞ്ഞില്ല. ഇങ്ങനെ ഇതാണ് ബാക്ടീരിയെങ്കില് പ്ലാസ്മ മെംബ്രെയിൻ ഇതല്ലായിരുന്നോ? 3 ഫോമിൽ. ഒന്നുകിൽ വെസിക്കിൾ ആയിട്ട്. വെസിക്കിൾ വെച്ചാൽ എന്താ മീനിങ്? ഉള്ളില് ഫ്ലൂയിഡ് ഉണ്ടാവും. അങ്ങനെ അത്ര ഫ്ലൂയിഡ് ഉള്ള സ്ട്രക്ചറിനാണ് വെസിക്കിൾ എന്ന് വിളിക്കുക. ട്യൂബ്യൂൾ വെച്ചാൽ ട്യൂബ് പോലെ, ഫ്ലൂയിഡ് ഒന്നും ഉണ്ടാവില്ല, ട്യൂബ് ഉള്ളിലോട്ടായിരിക്കും. ലാമൽ എന്ന് വെച്ചാൽ ലെയേഴ്സ് പോലെ, ചെറിയ തിൻ ലെയർ, പേപ്പർ ഒക്കെ ഇല്ലേ അതുപോലെ. അപ്പം പല രീതിയിൽ ഈ എക്സ്റ്റൻഷൻ കാണാം. ഒന്നെങ്കിൽ വെസിക്കിൾ ആയിട്ട്, അല്ലെങ്കിൽ ട്യൂബ്യൂൾ ആയിട്ട്, അല്ലെങ്കിൽ ലാമലായിട്ട്. They help in cell wall formation, DNA replication, distribution to daughter cells. സെൽ ഡിവിഷന്റെ സമയത്ത് മീസോസോം ഡോട്ടർ സെല്ലിലോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ they also help in respiration and secretion. നമ്മൾ എഴുതിയതാണ്. helps to decrease the surface area of plasma membrane. ആണോ? ഒരിക്കലും അല്ല. എപ്പോഴും എവിടെയും ഫോൾഡിങ്സ് ഉണ്ടെങ്കിൽ ഫോൾഡിങ്സ് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാ? ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ആണ്. സോ ആൻസർ ഇസ് E. Okay, so 40 answer is E. Any 41. 41 അല്ലേ? 41. Association and dissociation of ribosomal subunits depends upon the concentration of. നമ്മൾ മിനറൽ ന്യൂട്രീഷനിൽ ശരിക്കും അതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഈ 70s റൈബോസോം എന്ന് വെച്ചാൽ ആരൊക്കെ ചേർന്നിട്ടതാ? 50s 30s. ഇങ്ങനെ ഇത് രണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ റൈബോസോം കിട്ടുന്നത്. അതിൽ 80s 60s പ്ലസ് 40s. ഓക്കെ, ഇങ്ങനെ അസോസിയേഷനും അതേപോലെ ഡിസോസിയേഷനും ഒക്കെ സഹായിക്കുന്ന ഒരു ആളുണ്ട്, ഒരു മിനറൽ ഉണ്ട്. ആരാണ്? ഒരു അയൺ ഉണ്ട്. മിനറൽ അയൺ ഉണ്ട്. ഏത് അയൺ അതിന് സഹായിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് Mg2+. Mg2+ന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഇത് വാരി ചെയ്യുക. സോ ആൻസർ ഇസ് ഡി. Select the true statement regarding the cell membrane. The detailed structure of the membrane was studied only after the advent of the electron microscope. Electron microscope നിലവിൽ വന്നതിന് ശേഷമാണ് സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കുന്നത്. ശരിയാണ്. Chemical studies on the cell membrane, especially in human RBCs, enable the scientists to deduce the possible structure of plasma membrane. ശരിയാണ്. The studies showed that the cell membrane is composed of lipids that are arranged in bilayer. Lipids are arranged within the membrane with the polar head towards the outer side and the hydrophobic tail toward the inner part. The lipid component of the membrane mainly consists of phosphoglycerides. Phospholipid alle. Yeah. Wait, 1 second. Okay, sorry. Select the true statement. Okay. Chemical study ശരിയാ. മൂന്നാമത്തെ. The study shows that cell membrane is composed of lipids arranged in lipids bilayer ആയിട്ട് അല്ലേ? എന്ത് ലിപ്പിഡാ? ഫോസ്ഫോലിപ്പിഡ് ബൈലർ. Lipids are arranged within the membrane with the polar head towards the outer side. അങ്ങനെയല്ലേനോ? പോളാർ ഹെഡ് ഉണ്ടായിരുന്നു, നോൺ പോളാർ ടെയിലും ഉണ്ടായിരുന്നു. ഹെഡ് പുറത്തോട്ടേക്കും ടെയില് ഉള്ളിലോട്ടേക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വരച്ചേ? ശരിയാണ്. The lipid component of the membrane mainly consists of phosphoglycerides. ശരിയാണ്. Biochemical investigation clearly revealed that the cell membrane also possesses protein. ഞാൻ പറഞ്ഞായിരുന്നു പ്രോട്ടീനും ഉണ്ട്, അതേപോലെ പ്രോട്ടീനും ലിപ്പിഡും ആണ് മെയിൻ ആയിട്ട്. ഇതല്ലാതെ കൊളസ്ട്രോളും അതേപോലെ കാർബോഹൈഡ്രേറ്റും ഒക്കെ കാണാറുണ്ട്.
The ratio of protein and lipid varies in different cell types. പല സെല്ലുകളിലും പല റേഷ്യോ ആണ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ആർബിസി എറിത്രോസൈറ്റില് എങ്ങനെയാ 52% പ്രോട്ടീനും 40% ലിപ്പിഡ്. ഒക്കെ NCERTയുടെ സെന്റൻസ് ആണ്. സോ all are correct. So option A is the answer. Okay. Membrane proteins which are partially or totally buried in the membrane. രണ്ട് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്, പെരിഫറലും ഇന്റഗ്രലും. പാർഷ്യലി ഓർ ഫുള്ളി ബറിഡ് ഇൻ ദ മെംബ്രെയിൻ എന്താ വിളിച്ചത്? ഇന്റഗ്രൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയട്ടാ. ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ, ഈ ചാപ്റ്ററിലുള്ള ഒരു അടിപൊളി സയന്റിസ്റ്റുകളാണ് സിംഗറും നിക്കോൾസണും. ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ലാത്ത രണ്ട് സയന്റിസ്റ്റ്. കുറെ നിങ്ങള് പഠിച്ചതാണ് അല്ലെ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡല് ആരാ കണ്ടുപിടിച്ച? സിംഗർ ആൻഡ് നിക്കോൾസൺ. Answer is D. The fluid nature of the cell membrane is important for, അതും നമ്മൾ നേരത്തെ പറഞ്ഞ സെമി ഫ്ലൂയിഡ് നാച്ചർ ആണ് സെൽ മെംബ്രെയിൻ. അതുകൊണ്ടാണ് അവർ സെലക്റ്റീവ്ലി പെർമിയബിൾ. അതാരാ കൊടുത്തിരിക്കുന്നത്? അല്ല സോറി, അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സെൽ ഗ്രോത്ത്, സെക്രീഷൻ, ഫോർമേഷൻ ഓഫ് ഇന്റർസെല്ലുലാർ ജംഗ്ഷൻ, എൻഡോസൈറ്റോസിസ് ആൻഡ് സെൽ ഡിവിഷൻ, ഓൾ ദി അബവ്. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. അപ്പം ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത് NCERT തറോ ആയിട്ട് വായിക്കുക. നിങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്. മക്കളെ ഒന്ന് ഉത്സാഹിച്ചൊന്ന് പഠിച്ചാല് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. എസ്പെഷ്യലി കുറച്ചുകൂടെ ക്രൈറ്റീരിയ മറ്റേ എന്താ പറയാ ഇതില്ലടോ നമ്മുടെ SC ST അങ്ങനത്തെ ഇതിലൊക്കെ ഉള്ളവരാണ് എസ്പെഷ്യലി നന്നായിട്ട് ഇപ്പൊ തന്നെ നോക്കുക. നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കൊണ്ട് തന്നെ നന്നായി പെട്ടെന്ന് തന്നെ കിട്ടും. എല്ലാം പോട്ടെ, ഇനി നിങ്ങളിപ്പോ എൻട്രൻസ് 1 ഇയർ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ തന്നെ ഇപ്പൊ പഠിച്ചാൽ ഒരിക്കലും അത് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും, എന്തായാലും ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് എക്സാം ഒന്ന് നോക്കാൻ ഹെൽപ്പ് ചെയ്യും. ബയോളജി അത്ര സിമ്പിൾ ആയിരിക്കും. 4 വർഷമായിട്ട് നല്ല സിമ്പിൾ ആണ്. തവണ അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ചാപ്റ്റർ ആയിട്ട് കാണാം. ഞാൻ കുറച്ചൊരു സ്പീഡാണ്, എല്ലാ പോയിന്റും എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ടൈമിന് ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.